പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആത്മാവിന് പകരമായിട്ട് എന്തു കൊടുക്കും? അതിനും ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ആത്മാവിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ശ്രദ്ധയില്ലാത്തതെന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. കൃത്യമായിട്ട് ക്ലാസ്സിൽ പിള്ളേർ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, പഠിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാതാപിതാക്കളുടെ പരാതിയാണ്. ഈ മാതാപിതാക്കൾ എന്തുകൊണ്ടാണ് ഈ കൊച്ചുങ്ങളെ എല്ലാ ദിവസവും പള്ളിയിൽ പോകണില്ല എന്ന് പറഞ്ഞ് പരാതി പറയാത്തേ? ജോലിക്ക് പോകുന്നില്ല, ഒച്ചപ്പാടുണ്ടാക്കുന്ന ഭാര്യ എന്നൊക്കെ പറഞ്ഞ്, കലഹിക്കുന്ന ഭാര്യ എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്നവർ എന്തുകൊണ്ടാണ് ഇവരെ ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാത്തതിനെക്കുറിച്ച്, അതിൽ ശ്രദ്ധിക്കാത്തതിനെ കുറിച്ചുള്ള പരാതി ഇതുവരെ പറയാത്തേ? നമ്മുടെ ചിന്ത ഇപ്പോഴും ഇങ്ങനെ പുറം കാഴ്ചകളിലാണ്. ഉള്ളിലുള്ള ആത്മാവിൻ്റെ കാര്യത്തിൽ, ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഇപ്പോഴും ചിന്തിച്ച് തുടങ്ങിയിട്ടില്ലെന്നുള്ളതാണ് സത്യം. വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ളതെന്ന് തോന്നിയിട്ടുള്ള, ഏറ്റവും സന്തോഷം തന്നിട്ടുള്ള, എല്ലാ വർഷവും മുടങ്ങാതെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥ ദ ക്രിസ്മസ് കരോളാണ്. അതിനകത്ത് അത്രയും മനോഹരമായിട്ടുള്ളൊരു കഥയിൽ നമ്മളെ വല്ലാതെ ഭാരപ്പെടുത്തുന്നൊരു രംഗമുണ്ട്. അതിനകത്ത് രണ്ട് ആത്മാക്കൾ, ഇങ്ങനെ മരിച്ചുപോയ തൻ്റെ കൂട്ടുകാരൻ്റെ ആത്മാവ് അങ്കിൾ സ്ക്രൂജിനെ കാണാൻ വരുന്നൊരു കാഴ്ച. ഈ മെർലി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ, മരിച്ചുപോയ ആ മനുഷ്യൻ്റെ ആത്മാവ് ഇയാളെ കാണാൻ വരണത് വലിയ ചങ്ങലക്കെട്ടുകളും അതിൻ്റെ അറ്റത്ത് ഭാരം നിറഞ്ഞ പെട്ടികളൊക്കെ ആയിട്ടാണ്. അയാൾ പറയണത്, ഞാൻ ഭൂമിയിൽ വെച്ച് ഈ സമ്പത്തിന് വേണ്ടിയിട്ടാണ് ഓടി നടന്നത്. ഇപ്പോൾ എൻ്റെ ആത്മാവ് താങ്ങാനാവാത്ത ഇതേ സമ്പത്തിൻ്റെ ഭാരം കൊണ്ട് ചങ്ങലപ്പെട്ടിട്ട് കെട്ടിവെച്ചേക്കാം. നിൻ്റെ അടുത്ത് ഞാൻ വന്നത് ഈ സമ്പത്തിൻ്റെ പുറകെ ഓടല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതൊക്കെ വിട്ടിട്ട് ആത്മാവിനെ കുറിച്ച് ആലോചിക്കുക. ആരോട് പറയാനാ? മരിക്കണത് വരെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിങ്ങനെ ഓടി നടന്നിട്ട് മരിക്കണ സമയത്തൊന്ന് പശ്ചാത്തപിക്കാൻ പോലും നേരം കിട്ടാതെ മനുഷ്യരിങ്ങനെ ഇല്ലാതായി കഴിയുമ്പോൾ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റണേ? കർത്താവിൻ്റെ വാക്ക് ഭയങ്കര പ്രയാസപ്പെടുത്തുന്നതാണ്. പിതാവിൻ്റെ മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താംഗങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും. താന്താംഗങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് എന്തിനു വേണ്ടിയിട്ടാണോ പരിശ്രമിക്കേണ്ടത് അത് മറന്ന് അതിന് ചുറ്റുമുള്ള ചെറിയ ചെറിയ വില കുറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുമ്പോൾ ഓർക്കണം, ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയേ പറ്റുള്ളൂ എന്ന്. ഇനി സമയമൊന്നുമില്ല ഇതിനൊക്കെ, ഇനിയും സമയമുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് നിന്നിട്ട് കാര്യമില്ല. സമയമില്ല. എന്തിലാണോ ഫോക്കസ്ഡ് ആവേണ്ടത് അതിൽ. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പതിയെ നമുക്കിങ്ങനെ ജീവിതം പൊക്കോട്ടെ, പക്ഷേ ഫോക്കസ്ഡ് ആവേണ്ടത് എന്തിലാണോ? ആത്മാവിൻ്റെ കാര്യത്തിൽ, ആത്മീയ ജീവൻ്റെ കാര്യത്തിൽ, ഈ ലോകത്തിന് ശേഷമുള്ള സ്വർഗപ്രവേശനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചല്ലേ പറ്റുള്ളൂ. ബോബിച്ചനൊക്കെ പറയുന്നത് പോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടായിട്ടും തോറ്റുപോകുന്ന ആളുകൾ നമ്മൾ ക്രിസ്ത്യാനികളാണ്. എങ്ങനെ സ്വർഗത്തിൽ എത്തിച്ചേരാന്നുള്ള കാര്യമൊക്കെ കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നത് ചെയ്യണം, ഇന്നതൊക്കെ വേണ്ടാന്ന് വെക്കണം, ഇന്ന കൽപ്പനകൾ പാലിക്കണം, ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് അതിലൊന്നും ശ്രദ്ധയില്ല. എന്തിലേക്കാണോ മനസ്സ് ഇടറാതിരിക്കേണ്ടത് അതിലേക്ക് തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. എന്നിട്ട് പറയും, മനുഷ്യന് ഇത് ആവശ്യമുണ്ടല്ലോ, ആവശ്യമാണ്, പക്ഷെ മറ്റേത് അത്യാവശ്യമാണ്. ഈ അത്യാവശ്യമായിട്ടുള്ള കാര്യം വിട്ടിട്ട് ആവശ്യം മാത്രമായിട്ടുള്ള കാര്യത്തിന് പിറകെ അത് അത്യാവശ്യമാണെന്നുള്ള വിധത്തിൽ ഓടി നടക്കണത് എന്തുകൊണ്ടെന്നുള്ളതാണ് ചോദ്യം. ആത്മാവിനെ നഷ്ടമാക്കിയിട്ട് ബാക്കി എന്തൊക്കെ നേടിയിട്ട് എന്താണ് പ്രയോജനം എന്നുള്ളൊരൊറ്റ ചോദ്യത്തിൽ ഒരു മഹാമിഷണറിയുടെ ഉദയം നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൽ. ആ മനുഷ്യൻ പിന്നീട് അയാളെ മാത്രമല്ല രക്ഷിച്ചത്, ആളുടെ ആത്മാവിനെ മാത്രമല്ല, ലക്ഷക്കണക്കിന് മനുഷ്യർ, എതിരാളികൾ പോലും പറയുന്ന കാര്യമാണ്, ലക്ഷക്കണക്കിന് മനുഷ്യരെ ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഒരാൾ. ഇത് പ്രധാനപ്പെട്ടതാണ്, അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. തമ്പുരാനെ ആത്മീയ കാര്യങ്ങളിൽ കുറച്ചുകൂടെയൊക്കെ ഇങ്ങനെ ശ്രദ്ധ പുലർത്താൻ, ആകാശങ്ങളിലേക്ക് മിഴികൾ ഉയർത്തി ജീവിക്കാൻ എന്നുള്ളൊരു പദം എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നൊരു കാര്യം. ആകാശങ്ങളിലേക്ക് മിഴികൾ ഉയർത്താൻ, ഈ ലോകത്തിൻ്റെതായിട്ട് ജീവിക്കാനല്ല, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ കുരുങ്ങിക്കിടക്കാനല്ല, കുറച്ചുകൂടെയൊക്കെ എൻ്റെ ആത്മാവിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുമായി ഈ രാത്രിയിലെ സുവിശേഷം. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ആത്മീയ അന്ധതയെ എടുത്തു മാറ്റി ഞങ്ങൾക്ക് പ്രകാശം തരണമേ എന്ന്, അതിലേക്കുള്ള തെളിച്ചം തരണമേ എന്ന്, ആത്മാവിനെ രക്ഷിക്കാനായിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാകാനായിട്ടുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദത്തിനായി മേലായിരിക്കും.
പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങ് തന്നിരിക്കുന്ന ആത്മാവിനെ കുറിച്ച് ഒരു ചിന്തയില്ലാതെ ഈ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ, കിട്ടാതെ പോയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആകുലപ്പെട്ട് അങ്ങ് തന്നിട്ടുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ആത്മാവിനെ വിസ്മരിച്ച് ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചിട്ടുണ്ട്. ഈ രാത്രി ആത്മാവിനെക്കുറിച്ച്, ആത്മീയ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടെങ്കിലും ഒന്ന് കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.